ക്രിസ്റ്റിന് ശേഷം ജോഫിൻ ടി ചാക്കോയുടെ സംവിധാനത്തിൽ ആസിഫിൽ നായകനായെത്തിയ രേഖാചിത്രം. ടൈറ്റിൽ സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരു പോലീസ് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയാണ് രേഖാചിത്രം. ആസിഫ് അലിക്കൊപ്പം അനശ്വര രാജൻ, മനോജ് കെ ജയൻ, സിദ്ദിഖ് തുടങ്ങിയവർ പ്രധാന കഥാപാത്രങ്ങളായിരുന്നു. ജോൺ മാന്ത്രിക്കൽ, രാമു സുനിൽ എന്നിവരുടേതാണ് തിരക്കഥ. വേണു കുന്നപ്പള്ളി നിർമ്മിച്ച ചിത്രത്തിന് മ്യൂസിക് ചെയ്തിരിക്കുന്നത് മുജീബ് മജീദാണ്. സിനിമോട്ടോഗ്രാഫി അപ്പു പ്രഭാകർ, എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത് ഷമീർ മുഹമ്മദ്. കഥയിലേക്ക് വന്നാൽ ആസിഫ് അലി അവതരിപ്പിക്കുന്ന SHO വിവേക്, ഒരു പ്രശ്നം മൂലം സസ്പെൻഷനിലായിരിക്കുന്ന വിവേകിന് തിരികെ ജോലി പ്രവേശിച്ച ദിവസം തന്നെ സിദ്ദിഖ് അവതരിപ്പിക്കുന്ന രാജേന്ദ്രൻ എന്ന കഥാപാത്രം 40 വർഷങ്ങൾക്ക് മുമ്പ് താനും സുഹൃത്തുക്കളും ചേർന്ന് നടത്തിയ ഒരു കുറ്റകൃത്യത്തെക്കുറിച്ച് ഫേസ്ബുക്കിൽ ലൈവിൽ പറഞ്ഞ് ആത്മഹത്യ ചെയ്യുകയാണ്. ഉടൻ തന്നെ അവിടേക്ക് എത്തുന്ന പോലീസും സംഘവും രാജേന്ദ്രൻ പറഞ്ഞതിന്റെ സത്യാവസ്ഥ അന്വേഷിക്കാൻ ഒരു ടീമിനെ ചുമതലപ്പെടുത്തുന്നു. തുടർന്നുള്ള അന്വേഷണത്തിലൂടെയാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. ചിത്രത്തിന്റെ പോസിറ്റീവ് വശങ്ങൾ പറയുകയാണെങ്കിൽ അധികം പഴുതുകളില്ലാതെ ആദ്യ അവസാനം വരെ എൻഗേജിംഗ് ആക്കി കൊണ്ടുവരാൻ തിരക്കഥയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ്. അതുപോലെ തന്നെ AI സാങ്കേതിക വിദ്യയുടെ ആവശ്യകതയെ വ്യക്തമായി തന്നെ ചിത്രത്തിൽ കാണിക്കുന്നുണ്ട്. പറഞ്ഞാൽ സ്പോയിലറായി പോകാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ അതിലേക്ക് അധികം കടക്കുന്നില്ല. അപ്പു പ്രഭാകറിന്റെ സിനിമോട്ടോഗ്രാഫിയും മുജീബ് മജീദിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ്ങും മികച്ചതായി തോന്നി. കഥയിലെ ത്രില്ലർ മൂഡ് നിലനിർത്താൻ ബാക്ക്ഗ്രൗണ്ട് സ്കോർ നല്ല രീതിയിൽ തന്നെ സഹായിച്ചിട്ടുണ്ട്. പോസിറ്റീവായി പറയേണ്ട മറ്റൊന്ന് പെർഫോമൻസുകളാണ്. പ്രധാന കഥാപാത്രങ്ങളായി വരുന്ന മനോജ് കെ ജയൻ, സിദ്ദിഖ്, അരിശ്രീ അശോകൻ, ഇന്ദ്രൻസ്, നിഷാന്ത് സാഗർ, സായ് കുമാർ എന്നിവരെല്ലാം അവരുടെ റോളുകൾ മികച്ച രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. സ്ത്രീ കഥാപാത്രങ്ങളിലേക്ക് വന്നാൽ അനശ്വരയുടെ മികച്ച പെർഫോമൻസ് തന്നെയായിരുന്നു രേഖ പത്രോസ്. മറ്റൊരു പ്രധാന കഥാപാത്രമായി സെറിൻ ഷിഹാബ് അഭിനയിക്കുന്നുണ്ട്. സെറിൻ ഷിഹാബ് മുമ്പ് ആട്ടം എന്ന ചിത്രത്തിലുമൊക്കെ നല്ല നടിയാണെന്ന് പ്രൂവ് ചെയ്തിട്ടുള്ളൊരു നടി തന്നെയാണ്. രേഖ ചിത്രത്തിലെ കഥാപാത്രവും വളരെ മികച്ച പെർഫോമൻസ് ആയി തന്നെയാണ് തോന്നിയത്. മേഘ തോമസ്, പ്രിയങ്ക തുടങ്ങിയവരും മറ്റു സ്ത്രീ കഥാപാത്രങ്ങളായി എത്തുന്നുണ്ട്. ഇനി ആസിഫ് അലിയിലേക്ക് വരികയാണെങ്കിൽ മുമ്പ് തലവൻ, കൂമൻ, കുറ്റവും ശിക്ഷയും എന്നീ ചിത്രങ്ങളിലെല്ലാം നല്ല രീതിയിൽ തന്നെ അദ്ദേഹം പോലീസ് വേഷം കൈകാര്യം ചെയ്തിട്ടുണ്ട്. പക്വതയാർന്ന അഭിനയത്തിലൂടെ CI വിവേകും ഗംഭീരമാക്കിയിട്ടുണ്ട് ആസിഫ് അലി. സിനിമയ്ക്കുള്ളിലെ സിനിമ പ്രമേയമാവുന്നുണ്ട് രേഖാചിത്രം. പ്രസന്റ് ടൈമിനൊപ്പം തന്നെ 1985 ഭരതൻ മമ്മൂട്ടി ചിത്രം കാതോട് കാതോരം ഷൂട്ടിംഗ് ലൊക്കേഷൻ പ്രധാന പ്രമേയമായി വരുന്നുണ്ട് ചിത്രത്തിൽ. ഭരതൻ, ജോൺ പോൾ, കമൽ തുടങ്ങിയവരെല്ലാം ചിത്രത്തിന്റെ പ്രധാന ഭാഗമായി വരുന്നുണ്ട്. കമൽ, ജഗദീഷ് തുടങ്ങിയവർ അവരായി തന്നെ ചിത്രത്തിലെത്തുന്നു. ഇയോബിന്റെ പുസ്തകം തുടങ്ങിയ ചിത്രങ്ങളിലുള്ളതുപോലെ തന്നെ TG രവിയെയും ശ്രീജിത് രവിയെയും അവതരിപ്പിച്ചിരിക്കുന്നത് നന്നായിരുന്നു. 1985 കാതോട് കാതോരം ഷൂട്ടിംഗ് ലൊക്കേഷനെല്ലാം ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന രീതിയെല്ലാം രസകരമായിരുന്നു. സിനിമയ്ക്കുള്ളിലെ ചില യഥാർത്ഥ സംഭവങ്ങളെ കോർത്തിണക്കി മികച്ചൊരു തിരക്കഥ സൃഷ്ടിച്ചു എന്ന് തന്നെയാണ് ചിത്രത്തിന്റെ മെയിൻ ബ്രില്യൻ്റായി അനുഭവപ്പെട്ടത്. കാതോട് കാതോരവും മുത്താലുമൊന്ന് POയുടെ പിറവിയെ കുറിച്ചെല്ലാം പറഞ്ഞു പോകുന്നുണ്ട് രേഖാചിത്രം. തിയേറ്റർ എക്സ്പീരിയൻസ് ഡിമാൻഡ് ചെയ്യുന്ന ഒരു ചിത്രമായി തന്നെയാണ് രേഖാചിത്രവും അനുഭവപ്പെട്ടത്. ചിത്രത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.